ഹലോ ഗൈസ്. ആ ആ, ഇന്ന് ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയാ ഇവിടെ ഇതിൽ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് ഇവിടെ കണ്ടല്ലോ എല്ലാവരും ഇതിൻ്റെ ഈ ടേബിളിൻ്റെ മേളിലുള്ള കോലങ്ങൾ. എൻ്റെ മോളുടെ ഒരു ചെറിയൊരു പ്രിപ്പറേഷനുമായിട്ട് വന്നതാണ്. കൊഞ്ച് എന്താണ്ട് അവൾ ചെയ്യുന്നുണ്ട്, ഇന്ന് ഫ്രൈ ചെയ്യുവാണ് കൊഞ്ച്. അവളുടെ സ്വന്തം റെസിപ്പിയാണ്. അപ്പം നമുക്ക് അവളോട് തന്നെ ചോദിച്ചു നോക്കാം എന്തൊക്കെയാ അവൾ ചെയ്യാൻ പോണേന്ന്. മോളെ, ഹലോ. എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ? ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊഞ്ചിന്റെ സ്പെഷ്യൽ ഫ്രൈ. അപ്പം അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഇപ്പം കാണിച്ചു തരാം. നോക്കി, ഇത് കൊഞ്ചുണ്ട്, 1/2 കിലോ കൊഞ്ച്. പിന്നെ പൊടികളായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി മുളക് പൊടി, ആസ് യൂഷ്വൽ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, പിന്നെ അതേ ഹോം മെയ്ഡ് മീറ്റ് മസാല, പിന്നെ വേണ്ടത് നമ്മളെ ഹോം മെയ്ഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. അതൊക്കെ ഉമ്മിയുടെ പ്രിപ്പറേഷനാ. പിന്നെ വേണ്ടത് നമുക്ക് ഇത് മല്ലിയില. അതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്ത് മാരിനേറ്റ് ചെയ്യാം. അങ്ങനെ ഗൈസ് മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇനിയിപ്പം ലാസ്റ്റ് ഒരു പീസ് നാരങ്ങയും കൂടി ഇങ്ങനെയാവും, പുളിയായി പോവല്ലെങ്കിൽ. അപ്പം മാരിനേഷനൊക്കെ കഴിഞ്ഞു. ഇപ്പൊ അതെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ ഗൈസ് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ ഒരു 10 to 15 മിനിറ്റ്സ് നമുക്ക് വെക്കാം. ഓക്കെ ഓക്കെ ഗൈസ്, അങ്ങനെ ഇപ്പൊ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് കൊഞ്ച്. ഇത് 15 മിനിറ്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോ അതേ പതുക്കെ എങ്ങോട്ട് എണ്ണയിലോട്ട്. ഷാലോ ഫ്രൈ നമുക്ക് ലൈറ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ ഒത്തിരി വേവിച്ചാലും ആ ടേസ്റ്റ് പോയി കിട്ടും. അപ്പോൾ അതേ കൊഞ്ച് കിടന്ന് റെഡിയാവുന്നുണ്ട്. നമ്മൾ ആക്ച്വലി ഈ ഒരു സ്റ്റേജിലാണ് കൊഞ്ച് എടുക്കേണ്ടത് തന്നെ. ഒത്തിരി ഇട്ടങ്ങ് ഡീപ്പ് ഫ്രൈ ചെയ്യണ്ട. ആക്ച്വലി ഷാലോ ഫ്രൈ ഞാൻ പറഞ്ഞില്ലേ, അത് മാത്രം മതി. അപ്പോൾ നമുക്ക് വേറെ പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മൾ വേറെ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം ഈ ഒരു മസാലയിൽ കൂടെ ഒക്കെ വന്നു, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഈ ഒരു സ്റ്റേജിൽ. ഓക്കെ ഗൈസ്, ഇനി അടുത്ത ഗാർണിഷ് ചെയ്യാനുള്ള പരിപാടീസാണ്. നമ്മൾ ഈ കൊഞ്ച് വറുത്തെടുത്തില്ലേ, ആ എണ്ണ ബാക്കി വരും. അപ്പോൾ അതിനകത്ത് തന്നെ നമ്മൾ ഇച്ചിരി നെയ്യ് ഒഴിച്ചിട്ട് ആദ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാള, ചോപ്പ് ചെയ്തിട്ടുള്ള സവാള ഇങ്ങോട്ടെടുത്തിടുക. മല്ലിയില, ഇതില്ലാതെ ഒരു പരിപാടി നടക്കില്ല ഗൈസ്. ഇതാണ് നല്ല ഫ്ലേവർ വരുന്ന സാധനം. ഈ മല്ലിയില ഇല്ലെങ്കിൽ ഒരു പരിപാടി നടക്കില്ല. ഇത് മെയിനായിട്ട് നമുക്ക് മല്ലിയില വേണം. സോ അതൊക്കെ എല്ലാം കൂടെ കുറച്ച് ഫ്ലെയിം വെച്ചാൽ മതി കേട്ടോ, കൂട്ടി വെക്കല്ലേ. അങ്ങനെ കൊഞ്ചിന് മസാലയിൽ തന്നെ അതിൽ കൊഞ്ച് അതിനകത്തും കുറേ മസാലാസ് ഉണ്ട്. ആസ് യു ക്യാൻ സീ ഗീ റൈസും പിന്നെ കൊഞ്ചിൻ്റെ സാധനമാണ് ഞാൻ ഇപ്പോൾ കഴിക്കാൻ പോവാം. നോക്കട്ടെ, എൻ്റെ പരീക്ഷണം തന്നെ ഞാൻ തന്നെ ആദ്യം. ഓക്കെ, ഇതാദ്യം എടുക്കാൻ ഇച്ചിരി. ഓക്കെ, അത് മസാലയായിട്ട് കിട്ടത്തില്ല നമുക്ക്, വെറും ഗീ റൈസും പിന്നെ ഇതുമായിട്ട്.